കഴിഞ്ഞ റമദാനിൽ മിക്ക വീടുകളിലും ഇടം പിടിച്ച സമൂസ മേക്കർ എന്ന ഈ ഒരു ഉപകരണം എങ്ങനെയാണ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യമായിട്ട് ഇതുപോലെ ചെറിയ വലിപ്പത്തിൽ ഞാൻ മൈദ പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. നല്ലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഇതുപോലെ എല്ലാ ഹോൾസിലൊന്ന് കുഴിയാക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ മൈദ പരത്തുമ്പോൾ പറ്റ നേരിയ മൈദ അല്ലാതെ കുറച്ച് കട്ടിയിൽ പരത്താൻ ശ്രമിക്കണം. എങ്കിലാണ് ഇത് പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുക. അപ്പം ഇതുപോലെ പരത്തിയതിന് ശേഷം കുറേശ്ശെയായിട്ട് നമുക്കിതിലേക്ക് തീൻ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, തീൻ ആഡ് ചെയ്യുമ്പോൾ സൈഡിലേക്കൊന്നും ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ സൈഡിലൊക്കെ ആയി പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഒട്ടാൻ ഭയങ്കര പ്രയാസമാവും. അതുകൊണ്ട് സെൻറ്റർ ഭാഗം മാത്രം ആവാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരു കട്ടിയുള്ള മൈദപ്പത്തിരി പരത്തി ഇതിൻ്റെ മുകളിലായിട്ട് വെക്കുക. ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് അടിഭാഗത്തെ മൈദയായിട്ട് നല്ലപോലെ ഒട്ടിപ്പിടിക്കും. ഇത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഇത് ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് എല്ലാ സമൂസ ഒരേ ഷേപ്പിൽ നിൽക്കുന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ സമൂസ നിറക്കുന്ന പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ബാലൻസ് എന്നിട്ടുള്ള ഇതുപോലത്തെ ഷീറ്റ് അതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് കമഴ്ത്തി പയ്യെ തട്ടിക്കൊടുക്കാം. അപ്പം നമ്മുടെ സമൂസ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്ര പണിയുള്ളൂ നമുക്ക് സമൂസ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രിസ്പി സമൂസ ഇവിടെ റെഡി. താങ്ക് യു.